Hello students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the fifth lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about classification of banks, and in this lecture, we are going to continue with the same topic, that is classification of banks. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ റീജിയണൽ റൂറൽ ബാങ്ക്സ് വരെയാണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് നൗ ദ സിക്സ്ത് വൺ ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്. ഓൺ ദ ബേസിസ് ഓഫ് ഡൊമിസൈൽ, ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ്. ഓൺ ദ ബേസിസ് ഓഫ് ഡൊമിസൈലിൻ്റെ ബേസിസിൽ ബാങ്ക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് ഡൊമസ്റ്റിക് ബാങ്ക്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫോറിൻ ബാങ്ക്സ്. ഫോറിൻ ബാങ്ക്സ് ആർ ബാങ്ക്സ് ദാറ്റ് ആർ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത ബാങ്ക്സ് ആണ് ഫോറിൻ ബാങ്ക്സ്. ആൻഡ് ഹാവിങ് ബ്രാഞ്ചസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. ഫോറിൻ ബാങ്ക്സിൻ്റെ കേസിൽ ഔട്ട്സൈഡ് ഇന്ത്യയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ആൻഡ് ഫോറിൻ ബാങ്ക്സിൻ്റെ ബ്രാഞ്ചസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ദേ ഫിനാൻസ് മെയിൻലി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രേഡ്. ഫോറിൻ ബാങ്ക്സ് മെയിൻലി ഫിനാൻസ് ചെയ്യുന്നത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രേഡിനാണ്. അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആക്ടിവിറ്റീസിനാണ് കൂടുതലും ഫിനാൻസ് ചെയ്യുന്നത്. They play an important role in promoting foreign trade. ഫോറിൻ ട്രേഡിൻ്റെ പ്രൊമോഷനിൽ ഫോറിൻ ബാങ്ക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഉള്ളത്. ബിക്കോസ് എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും വേണ്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. സെവൻത്ത് വൺ ഈസ് സേവിങ്സ് ബാങ്ക്സ്. ദേ ആർ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് വിച്ച് മൊബിലൈസ് ദ സേവിങ്സ് ഓഫ് ദ പീപ്പിൾ. അതായത് ആൾക്കാരുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആണ് സേവിങ്സ് ബാങ്ക്സ്. ആൻഡ് സേവിങ്സ് ബാങ്ക്സ് പ്രൊമോട്ട്സ് ദ സേവിങ് ഹാബിറ്റ്സ് ഓഫ് ദ പീപ്പിൾ. പീപ്പിളിൻ്റെ സേവിങ് ഹാബിറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് സേവിങ്സ് ബാങ്ക്സ്. പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് പെർഫോംസ് ദീസ് ഫങ്ഷൻസ് ഇൻ ഇന്ത്യ. ആൻഡ് ഇന്ത്യയിൽ ഈ ഫങ്ഷൻസ്, അതായത് പീപ്പിളിൻ്റെ സേവിങ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക, സേവിങ്സ് മൊബിലൈസ് ചെയ്യുക എന്ന ഫങ്ഷൻസ് ചെയ്യുന്നത് പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് ആണ്. എയ്ത്ത് വൺ ഈസ് സെൻട്രൽ ബാങ്ക്സ്. Central bank is an apex financial institution in the banking and financial system of a country. അതായത് ഒരു രാജ്യത്തെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ബാങ്ക്. അതായത് ഒരു രാജ്യത്തെ ബാങ്കിങ്ങിനെയും ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെയും റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ബാങ്ക്. എവറി കൺട്രി ഹാസ് എ സെൻട്രൽ ബാങ്ക്. ഓരോ രാജ്യത്തും സെൻട്രൽ ബാങ്ക് ഉണ്ട്. ഇറ്റ് ഈസ് ദ ലീഡർ ഓഫ് ഓൾ ദ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺട്രി. ആ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ലീഡർ ആ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്ക് റെഗുലേറ്റ്സ്, കൺട്രോൾസ് ആൻഡ് സൂപ്പർവൈസസ് ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് കൺട്രി. അതായത് സെൻട്രൽ ബാങ്ക് ഒരു രാജ്യത്തെ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് അവർ സെൻട്രൽ ബാങ്ക്. നമ്മുടെ രാജ്യത്തെ, അതായത് ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ രാജ്യത്തെ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നയൻത്ത് വൺ ഈസ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. Development banks is a multi-purpose institution which provides medium and long-term credit to industrial undertakings, discovers investment projects, undertakes the preparation of project reports, provides technical advice and managerial services, and assists the management of industrial units. അതായത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഒരു മൾട്ടിപർപ്പസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഒന്നിൽ കൂടുതൽ പർപ്പസ് അതിനുണ്ട്. ആൻഡ് ഈ മൾട്ടിപർപ്പസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിന് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സ് ഡിസ്കവർ ചെയ്യുന്നു, പ്രോജക്റ്റ് റിപ്പോർട്ട്സിൻ്റെ പ്രിപ്പറേഷൻ അണ്ടർടേക്ക് ചെയ്യുന്നു, ടെക്നിക്കൽ അഡ്വൈസും മാനേജറിയൽ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നു, ആൻഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ മാനേജ്മെൻറ്റിന് അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. റെൻഡറിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് പ്രൊമോഷണൽ സർവീസസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റെൻഡർ ചെയ്യുക, പ്രൊമോഷണൽ സർവീസസ് റെൻഡർ ചെയ്യുക എന്നതാണ്. 10th വൺ ഈസ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ബാങ്ക്സ് വിച്ച് ആർ ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി ഗവൺമെൻറ്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്
ഓൺ ചെയ്യുകയും മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഇൻ ഇന്ത്യ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ് കം അണ്ടർ ദിസ് കാറ്റഗറി. ഇന്ത്യയിൽ നാഷണലൈസ്ഡ് ബാങ്ക്സും റീജിയണൽ റൂറൽ ബാങ്ക്സും പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. These banks provide short-term funds to industries, traders, farmers and others. അതായത് ഇൻഡസ്ട്രീസിനും ട്രേഡേഴ്സിനും ഫാർമേഴ്സിനും മറ്റുള്ളവർക്കും എല്ലാം പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഷോർട്ട് ടേം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു. സം ഓഫ് ദം ഡു ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് ഓൾസോ. അതായത് ഈ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്ന പാർട്ടീസ് ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്സും ചെയ്യാറുണ്ട്. സോ ടോട്ടൽ 10 ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആയിരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സിൽ 10 ബാങ്ക്സ് ആണ് ഉണ്ടായിരുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്. താങ്ക് യു.